ഹലോ ഡി നീറ്റ് ആസ്പിരൻസ്, ദിസ് ഇസ് ANJ ഫ്രം മാർക്കറ്റ്. സോ മക്കളെ, MBBSന്റെ ആദ്യ അലോട്ട്മെന്റുകളുടെ സ്കെഡ്യൂൾ വന്നിരിക്കുകയാണ്. നിങ്ങൾ കണ്ടു കാണും, കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ്. ആൻഡ് ഈ ഒരു അലോട്ട്മെന്റിൽ കൊടുക്കണോ? ഓൾ ഇന്ത്യയിലേക്കാണ് വന്നിരിക്കുന്നത്. ഓൾ ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടിയാൽ എനിക്ക് കേരള അലോട്ട്മെന്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുമോ? സീറ്റ് കിട്ടിയാൽ നിർബന്ധമായിട്ടും അവിടെ പോകണോ? നിരവധി സംശയങ്ങളാണ് നിങ്ങളുടെ ഉള്ളിലെന്നറിയാം. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക മക്കളെ, എങ്കിലേ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും നമുക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. റെഡി? ആദ്യത്തെ കാര്യം, ഇപ്പോൾ വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ തലത്തിലുള്ള അലോട്ട്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നാണ് ആദ്യം ഈ അലോട്ട്മെന്റ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ സ്കെഡ്യൂൾ അനുസരിച്ച് ആദ്യം സ്കെഡ്യൂൾ നോക്കാം. ദെൻ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം, എത്രയാണ് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ വരുന്നത്, സീറ്റ് കിട്ടിയാൽ നമുക്ക് ആ സീറ്റ് വിഡ്രോ ചെയ്ത് കേരള അലോട്ട്മെന്റിൽ കിട്ടിയാൽ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നോക്കാം. ആദ്യം സ്കെഡ്യൂൾ നിങ്ങൾ കണ്ട സ്കെഡ്യൂൾ തന്നെയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും നമ്മളത് പറയേണ്ട ആവശ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും ജസ്റ്റ് ആദ്യ അലോട്ട്മെന്റ് ഫസ്റ്റ് റൗണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് റൗണ്ടിന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 5 മുതൽ 12 വരെ, അതാണ് കൊടുത്തിരിക്കുന്നത്. അപ് ടു 3 PM ഓഫ് 12th ഓഗസ്റ്റ്. ഓഗസ്റ്റ് 12 3 PM വരെ ആയിരിക്കും നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉള്ള സൗകര്യം എന്ന് പറയുന്നത്. ആൻഡ് പേയ്മെന്റ് ഫെസിലിറ്റി എന്ന് പറയുന്നത് അതേ ദിവസം 6 PM വരെ, അതായത് ഓഗസ്റ്റ് 12 വരെയാണ് നിലവിൽ കിട്ടിയിരിക്കുന്ന സ്കെഡ്യൂൾ അനുസരിച്ച് ആദ്യ റൗണ്ട് നമ്മൾ കണ്ടതാണ് ഓൾറെഡി. ആൻഡ് ചോയ്സ് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് 6th ഓഗസ്റ്റിനാണ്. അതായത് രജിസ്റ്റർ ചെയ്യുക, ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഏതൊക്കെ ആണ് നമുക്ക് വേണ്ട ചോയ്സുകൾ, ആ പ്രയോറിറ്റി ഓർഡറിൽ കൊടുക്കുക. നമുക്ക് വേണ്ടത് ഇപ്പൊ ആദ്യം നമ്മൾ എയിംസ് ഡൽഹിയാണ് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് എങ്കിൽ അതിൽ 1 വരുന്നതെങ്കിൽ ആദ്യം ഒന്നാമത് എയിംസ് ഡൽഹി കൊടുക്കുക. നമ്മൾ എങ്ങനെയാണ് ഒരു +1 അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, അതേപോലെ തന്നെ നമുക്ക് ആദ്യം വേണ്ട കോളേജ് ആയിരിക്കണം ഒന്നാമത് കൊടുക്കേണ്ടത്. അത് കിട്ടിയില്ലെങ്കിൽ ഈ കോളേജിലാണ്, രണ്ടാമത് ഞാൻ ഈ കോളേജിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. അതും കിട്ടിയില്ലെങ്കിൽ മൂന്നാമത് ഞാൻ ഈ കോളേജിലാണ് പോകാൻ ആഗ്രഹിക്കുന്നത്. മാക്സിമം നമ്പർ ഓഫ് കോളേജസ് കൊടുത്തോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള മാക്സിമം നമ്പർ ഓഫ് ചോയ്സസ് നിങ്ങൾ ആദ്യ റൗണ്ടിൽ കൊടുക്കുക. റെഡി? ഓക്കെ. ആൻഡ് അതാണ് ചോയ്സ് ഫില്ലിംഗ് എന്ന് പറയുന്നത്. ചോയ്സ് ഫില്ലിങ്ങിന് ശേഷം ചോയ്സ് ലോക്കിംഗ് ആണ്. ചോയ്സ് ഫില്ലിങ്ങിന്റെ ടൈം എന്ന് പറയുന്നത് 6th ഓഗസ്റ്റ് മുതൽ 13th ഓഗസ്റ്റ് വരെ, ഓഗസ്റ്റ് 13 വരെ ആയിരിക്കും ചോയ്സ് ഫില്ലിംഗ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ വീണ്ടും അതിന്റെ ലാസ്റ്റ് ഡേറ്റോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല, ബിക്കോസ് എങ്ങാനും ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. ഓക്കെ, നിങ്ങൾ എന്തായാലും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യോ ഇല്ലയോ എന്ന് നോക്കി വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങും നടത്തുക. ആൻഡ് അലോട്ട്മെന്റിന്റെ റിസൾട്ട് വരുന്നത് ഓഗസ്റ്റ് 17-നാണ്. റിപ്പോർട്ട് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 18 മുതലാണ് നിലവിലുള്ള സ്കെഡ്യൂൾ അനുസരിച്ച്. ഓക്കെ, അപ്പൊ ഇത് കൊടുക്കണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. കാരണം എയിംസ് കോളേജുകൾ, ജിപ്മർ ക്യാമ്പസുകൾ, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുകൾ, കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ ഗവൺമെന്റ് സീറ്റുകളുടെ 15% ഇതെല്ലാം നമുക്ക് ഈ ഒരു സീറ്റ് വഴിയാണ് കിട്ടുക, അല്ലെ? ഈ ഒരു കോട്ട വഴി, ഓൾ ഇന്ത്യ വഴിയാണ് കിട്ടുക. അപ്പൊ ഇതിൽ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളുണ്ട്, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജുകളുടെ AFMCയുടെ സീറ്റുകളുണ്ട്, എയിംസിന്റെ സീറ്റുകളുണ്ട്, ജിപ്മർ ക്യാമ്പസുകളുടെ സീറ്റുകളുണ്ട്. സോ ഈ സീറ്റുകളിലേക്കൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇത് കൊടുത്തേ മതിയാകൂ. നമുക്ക് ഈ സീറ്റുകളൊക്കെ വേണം, അല്ലെ? നമ്മൾ ആഗ്രഹിക്കുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണിത്. സോ മസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യാം. ഇനി ഇതിൽ കിട്ടിയാൽ, ആദ്യ റൗണ്ടിൽ കിട്ടിയാൽ കേരളത്തിന്റെ അലോട്ട്മെന്റിലേക്ക് എനിക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ? ഇതാണ് അടുത്ത ചോദ്യം, അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം. ജസ്റ്റ് ഇതിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഞാൻ പറയാണ്. ആദ്യത്തേത് രജിസ്ട്രേഷനും ചോയ്സ് ഫില്ലിങ്ങുമാണ്. ഇതിനുശേഷം സീറ്റ് അലോട്ട് ചെയ്യാണ്. MCC വഴി നിങ്ങൾക്ക് സീറ്റ് കിട്ടുകയാണ്. 2 തരത്തിൽ സീറ്റ് കിട്ടാത്ത കുട്ടികൾ ഒന്നും നോക്കണ്ട, അടുത്ത റൗണ്ടിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്. അവിടെ ഫ്രഷ് ആയിട്ടുള്ള ചോയ്സുകൾ വീണ്ടും നമ്മൾ കൊടുക്കുക കാര്യങ്ങളൊക്കെയാണ്. റൗണ്ട് 2ലേക്ക് നോക്കണ്ട. റൗണ്ട് 1ൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടി. ഇത്രയധികം ക്യാമ്പസുകളുണ്ട്, ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ നമ്മൾ കൊടുത്ത ചോയ്സ് അനുസരിച്ച് ഒരു സീറ്റ് നമുക്ക് കിട്ടി. 2 ടൈപ്പിലുള്ള കാൻഡിഡേറ്റുകളുണ്ട്. ഒന്ന് ഫ്രീസ് കാൻഡിഡേറ്റും ഒന്ന് ഫ്ലോട്ട് കാൻഡിഡേറ്റുമാണ്. ഫ്രീസ് കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയാണ്: നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സീറ്റ് നിങ്ങൾക്ക് ലഭിച്ചു, അവിടെ കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹിച്ച സീറ്റാണ് കിട്ടിയത്, നിങ്ങൾക്ക് എയിംസ് ഡൽഹി കിട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ജിപ്മർ കിട്ടി. ഓക്കെ, നിങ്ങൾ അവിടെ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾക്ക് ഇനി മാറ്റം വേണ്ട, അപ്ഗ്രഡേഷൻ വേണ്ട, നിങ്ങൾ ആ സീറ്റിൽ സംതൃപ്തരാണെങ്കിൽ അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെയാണ് നമ്മൾ ഫ്രീസ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്ഗ്രഡേഷൻ വേണ്ട, അതായത് കൊടുത്ത ചിലപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിക്കാണും, അല്ലെങ്കിൽ 5th ഓപ്ഷൻ ആയിരിക്കും, ബട്ട് നിങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്, നിങ്ങൾ ഇനി ഒരു മാറ്റം ആഗ്രഹിക്കുന്നില്ല, ഹയർ ഓപ്ഷൻസ് ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, നിലവിൽ കിട്ടിയ കോളേജിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ
അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സ് ആണ് ഫ്രീസ് കാൻഡിഡേറ്റ്സ്. ആ കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്യാം, അപ്ഗ്രഡേഷൻ ഒന്നും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ പോയിട്ട് നിങ്ങൾ ഫിസിക്കലി നിങ്ങൾ അവിടെ ചെല്ലണം, നിങ്ങൾ നേരിട്ട് ചെല്ലണം, നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം ആൻഡ് കിട്ടിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ ഫ്രീസ് കാൻഡിഡേറ്റ് ആണ്, നിങ്ങൾ ഓപ്ഷൻ എടുത്തു, പക്ഷേ നിങ്ങൾക്ക് കേരളയുടെ അലോട്ട്മെന്റിൽ കിട്ടി, എന്താണ്, നിങ്ങൾക്ക് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടി എന്ന് കരുതിക്കോ. സ്റ്റേറ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം, സ്റ്റേറ്റിലേക്ക് നിങ്ങൾക്ക് പോവാം. നിങ്ങളുടെ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, സറണ്ടർ ചെയ്യുക, അത് റിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അഡ്മിറ്റ് ചെയ്ത കേരളത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോവാം. അവിടെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. നിങ്ങൾ അപ്ഗ്രഡേഷൻ കൊടുക്കാണ്ട് നിങ്ങൾ ആ ക്യാമ്പസിൽ കണ്ടിന്യൂ ചെയ്താൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും മക്കളെ, നിങ്ങൾക്ക് കേരള അലോട്ട്മെന്റിൽ കിട്ടി അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ അലോട്ട്മെന്റിൽ കിട്ടിയെങ്കിൽ യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ ഇറ്റ്. നിങ്ങൾക്ക് അതിലേക്ക് പോയിട്ട് പങ്കെടുക്കാം, യാതൊരുവിധ കുഴപ്പമില്ല. നിങ്ങളുടെ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് അവിടെ സറണ്ടർ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റിൽ അലോട്ട് ചെയ്ത സീറ്റിലേക്ക് നിങ്ങൾക്ക് പോകാം. ഓക്കെ, അതായത് ഫ്രീ എക്സിറ്റ് ഇവിടെ പോസിബിൾ ആണ്. ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അടച്ച ഫീസ്, റീഫണ്ടബിൾ ആയിട്ടുള്ള ഫീസ് തിരികെ കിട്ടും, അതിനാണ് ഫ്രീ എക്സിറ്റ് എന്ന് പറയുന്നത്. സോ ഫ്രീ എക്സിറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സീറ്റ് കിട്ടി പക്ഷെ പോവാൻ താല്പര്യമില്ല അല്ലെങ്കിൽ പോയി ജോയിൻ ചെയ്തു പക്ഷെ കേരളത്തിലെ സീറ്റ് കിട്ടി, നിങ്ങൾക്ക് ആ കേരളയുടെ സീറ്റിലേക്ക് വരാം ആൻഡ് നിങ്ങൾ അടച്ച ഫീസ് തിരിച്ചു കിട്ടും. മീൻസ് നിങ്ങൾക്ക് റീഫണ്ടബിൾ ആയിട്ടും നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള ഒരു ഫീസ് ഇല്ലേ, അതായത് ഇങ്ങോട്ട് നോക്കുക, നമ്മൾ ഈ ക്യാമ്പസുകളിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് 15% ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സീറ്റുകൾ, എയിംസിന്റെ സീറ്റുകൾ, ESI കോളേജുകളുടെ, ജിപ്മറിന്റെ, BSc നഴ്സിംഗിന്റെ ഒക്കെ ഈ സീറ്റുകളിലേക്ക് നിങ്ങൾ അടയ്ക്കേണ്ടത് 2 തരത്തിലുള്ള ഫീസാണ്. ഒന്ന് നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ, അതെന്ന് പറയുന്നത് അൺറിസർവ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ഇക്കണോമിക്കലി വീക്കർ സെഷൻ കാൻഡിഡേറ്റ്സിനും 1000 രൂപയാണ്. SC ST OBC PWD കാൻഡിഡേറ്റ്സിന് 500 രൂപയുമാണ്. ഈ പൈസ ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല, നോൺ റീഫണ്ടബിൾ ആണ്. ഇപ്പോൾ ജനറൽ കാറ്റഗറിയിലെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് 1000 രൂപ നഷ്ടമാകും, SC ST OBC കാറ്റഗറിയിലെ കുട്ടികളെ സംബന്ധിച്ച് 500 രൂപയും നഷ്ടമാകും. അപ്പോൾ ഈ ഫീസ് നമുക്ക് ഒരിക്കലും റീഫണ്ടബിൾ അല്ല. പക്ഷേ നമ്മൾ അവിടെ ഒരു സെക്യൂരിറ്റി എമൗണ്ട് അടയ്ക്കുന്നുണ്ട്. 10,000 രൂപയാണ് URൽ വരുന്ന അല്ലെങ്കിൽ EWSൽ വരുന്ന കാൻഡിഡേറ്റ്സിന് വരുന്നത്. ആൻഡ് 5000 രൂപയാണ് SC ST OBC PWD തുടങ്ങിയ അൺറിസർവ്ഡ് കാറ്റഗറിയിലൊക്കെ വരുന്ന കുട്ടികൾക്ക് വരുന്നത്. 5000 രൂപയുമാണ്. ഓക്കെ അല്ലേ? അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, AFMC, ESI ഇവിടെയൊക്കെയുള്ള കുട്ടികൾ ഈ 1000ന്റെ കൂടെ 10,000 കൂടെ ചേർത്ത് 11,000 രൂപയാണ് അടയ്ക്കേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റീസും AFMC, ESI ഒക്കെ ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ 1000 രൂപയുടെ കൂടെ 10,000 രൂപയും കൂടെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ SC ST OBC PWD കാൻഡിഡേറ്റ്സ് ഈ ഓപ്റ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ 5000 രൂപയുടെ കൂടെ, അവർക്ക് 5000 രൂപയാണ് സെക്യൂരിറ്റി എമൗണ്ട്, അതിന്റെ കൂട്ടത്തിൽ നോൺ റീഫണ്ടബിൾ ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫീ 500 കൂടെ ചേർത്ത് 5500 രൂപയാണ് അവർ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഈ സെക്യൂരിറ്റി എമൗണ്ട് അത് റീഫണ്ടബിൾ ആണ്. ഈ 5000 10,000 റീഫണ്ടബിൾ ആണ്, അത് നമുക്ക് തിരിച്ചു കിട്ടും. അതാണ് ഫ്രീ എക്സിറ്റ്. ഫ്രീ എക്സിറ്റ് നടത്തിയാലും ഈവൻ ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഒരു സീറ്റ് കിട്ടി, ആ സീറ്റിലേക്ക് നമുക്ക് പോവാൻ താല്പര്യമില്ലെങ്കിൽ പോകണ്ട, ഈ ഫീസ് നമുക്ക് തിരികെ കിട്ടും. അതുകൊണ്ടാണ് ഈ ആദ്യ റൗണ്ടിൽ ഫ്രീ എക്സിറ്റ് സാധ്യമാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തു, നിങ്ങൾക്ക് കേരളയിലേക്ക് സീറ്റ് കിട്ടി, നിങ്ങൾക്ക് പോരാം, ഫ്രീ എക്സിറ്റ് നടത്താം, ഡോണ്ട് വറി. ഓക്കെ അല്ലേ? യെസ്, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രീസ് കാൻഡിഡേറ്റ്സിന് ഒന്നുകിൽ ആ കോളേജിൽ തന്നെ ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കേരളയുടെ കൗൺസിലിംഗിൽ പങ്കെടുത്ത് കേരളത്തിൽ സീറ്റ് കിട്ടിയാൽ അവിടേക്ക് പോകാം. ഇതാണ് റൗണ്ട് 1ന്റെ പ്രത്യേകത. ഇനി ഫ്ലോട്ട് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ, ഫ്ലോട്ട് കാൻഡിഡേറ്റ്സിന് സീറ്റ് കിട്ടിയ കുട്ടികൾ തന്നെയാണ്. ഓൾ ഇന്ത്യയുടെ ആദ്യ റൗണ്ടിൽ സീറ്റ് കിട്ടി, ഏതെങ്കിലും ഒരു എയിംസിൽ കിട്ടി, അല്ലെങ്കിൽ ജിപ്മറിൽ കിട്ടി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള ഒരു സീറ്റിൽ കിട്ടി. ബട്ട് നിങ്ങൾക്ക് അപ്ഗ്രഡേഷൻ വേണം. അതായത് നിങ്ങൾക്കൊരു 10ാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയത്, നിങ്ങൾക്ക് നിങ്ങളുടെ 5ാമത്തേതിലേക്കും 4ാമത്തേതിലേക്കും 3ാമത്തേതിലേക്കും അപ്ഗ്രേഡ് ചെയ്ത് പോകണം. ഓക്കെ, നിങ്ങൾ ഹയർ ഓപ്ഷൻ അടുത്ത റൗണ്ടിൽ, റൗണ്ട് 2ൽ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുട്ടികളെയാണ് ഫ്ലോട്ട് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഫ്ലോട്ട് കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഓൺലൈനായിട്ട് തന്നെ റൗണ്ട് 2 വരുമ്പോൾ അവിടേക്ക് അപ്ഗ്രഡേഷൻ കൊടുക്കണം. ഓക്കെ, ഓൺലൈനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അപ്ഗ്രഡേഷൻ കൊടുക്കണം. ആൻഡ് നിങ്ങൾക്കും സ്റ്റേറ്റ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. കേരളത്തിന്റെ അലോട്ട്മെന്റിൽ ഉറപ്പായും നിങ്ങൾക്ക് പങ്കെടുക്കാം. പങ്കെടുത്ത് നിങ്ങൾക്ക് സ്റ്റേറ്റ് കൗൺസിലിംഗ് വഴി കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീറ്റ് അവിടെ സറണ്ടർ ചെയ്ത് നിങ്ങൾക്കും എന്ത് ചെയ്യാം, കേരളത്തിന്റെ അലോട്ട്മെന്റിൽ കേരളത്തിന്റെ സീറ്റിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുന്നതാണ്. ഫ്രീ എക്സിറ്റ് നിങ്ങൾക്കും നടത്താൻ സാധിക്കുന്നതാണ്.
റെഡി അല്ലേ? അപ്പോൾ ഫ്ലോട്ട് കാൻഡിഡേറ്റ്സും ഫ്രീസ് കാൻഡിഡേറ്റ്സും ഇതാണ്. ഫ്രീസ് കാൻഡിഡേറ്റ്സിന് ഇനി ഒരു അപ്ഗ്രഡേഷൻ വേണ്ട, കിട്ടിയ സീറ്റിൽ അവർ ഓക്കെയാണ്, ആ കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫ്ലോട്ട് കാൻഡിഡേറ്റ്സ് എന്ന് വെച്ചാൽ കിട്ടിയ സീറ്റ് കളയുന്നില്ല, അവിടെ ജോയിൻ ചെയ്യാണ്, ബട്ട് അപ്ഗ്രഡേഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അതായത് ഹയർ ഓപ്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പുതിയ ഓപ്ഷനിലേക്ക് നിങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ പെർമനന്റ് ആയിട്ട് ചേരുന്നില്ല. നമ്മൾ +1 ചേരുമ്പോൾ താൽക്കാലിക അലോട്ട്മെന്റ് ആൻഡ് പെർമനന്റ് അലോട്ട്മെന്റ് എന്നൊക്കെ കേട്ടു. പെർമനന്റ് ആയിട്ട് ചേരുക, താൽക്കാലികമായിട്ട് ചേരുക, അതുപോലെ തന്നെയുള്ളൂ ഇത്. ഈ ഫ്ലോട്ട് എന്ന് വെച്ചാൽ, ഫ്രീസ് എന്ന് വെച്ചാൽ പെർമനന്റ് ആയിട്ട് ചേരുന്നവരാ. ഇനി അപ്ഗ്രഡേഷൻ ഒന്നും വേണ്ട. ബട്ട് നിങ്ങൾക്ക് കേരളയുടെ കൗൺസിലിംഗിൽ പങ്കെടുക്കുന്നത് റൗണ്ട് 1ന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ആദ്യ റൗണ്ടിന്റെ കാര്യമാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ഫ്ലോട്ട് കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് ആദ്യ റൗണ്ടിൽ സീറ്റ് കിട്ടി, ബട്ട് അപ്ഗ്രഡേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് പെർമനന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പെർമനന്റ് ആയിട്ട് ചേരുന്നേ ഇല്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ ഈ കാൻഡിഡേറ്റ്സിന് അപ്ഗ്രഡേഷന് വേണ്ടി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപ്ഗ്രഡേഷന് കൊടുത്ത് റൗണ്ട് 2 മറ്റൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 2 കുട്ടികളും ഓൾ ഇന്ത്യയുടെ ആദ്യ റൗണ്ടിൽ സീറ്റ് കിട്ടിയ കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് കേരളയുടെ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ യാതൊരു കുഴപ്പവുമില്ല. കേരളത്തിൽ സീറ്റ് കിട്ടുകയാണെങ്കിൽ ഓൾ ഇന്ത്യയുടെ ആദ്യ റൗണ്ടിൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടി, കേരളത്തിന്റെ അലോട്ട്മെന്റ് വന്നപ്പോൾ അവിടെയും സീറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിന്റെ സീറ്റ് ഒപ്റ്റ് ചെയ്യാം. ഇതിന് യാതൊരുവിധ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫ്രീ എക്സിറ്റ് പോസിബിൾ ആണ്. റീഫണ്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി എമൗണ്ട് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ സീറ്റ് കിട്ടിയിട്ട് എടുത്തില്ലെങ്കിലും എല്ലാം കിട്ടും. പക്ഷെ കേരളത്തിന്റെ അലോട്ട്മെന്റ് നിലവിൽ അങ്ങനല്ല. കേരളത്തിന്റെ അലോട്ട്മെന്റിനെ സംബന്ധിച്ച് ആദ്യ റൗണ്ടിൽ സീറ്റ് കിട്ടി, ആ സീറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും രണ്ടാമത്തെ റൗണ്ടിൽ കൺസിഡർ ചെയ്യില്ല. അതാണ് നിലവിൽ കേരളത്തിന്റെ അലോട്ട്മെന്റ് പ്രോസസ്. ഫസ്റ്റ് റൗണ്ടിൽ സീറ്റ് കിട്ടി, പക്ഷെ ആ സീറ്റ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും സെക്കൻഡ് റൗണ്ടിൽ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല. അതാണ് കേരളത്തിന്റെ നിലവിലുള്ള അലോട്ട്മെന്റ് രീതി. എന്നാൽ ഓൾ ഇന്ത്യ അങ്ങനെയല്ല. ആദ്യ റൗണ്ടിൽ സീറ്റ് കിട്ടിയിട്ട് ആ സീറ്റ് എടുക്കാത്ത കുട്ടികളാണെങ്കിൽ പോലും, അലോട്ട്മെന്റ് കിട്ടി, നിങ്ങൾക്ക് അത് താല്പര്യമില്ല എങ്കിൽ പോലും അവർ നിങ്ങളെ സെക്കൻഡ് റൗണ്ടിലേക്ക് കൺസിഡർ ചെയ്യും. സെക്കൻഡ് റൗണ്ടിൽ മാത്രമല്ല, നിങ്ങൾക്ക് കേരളത്തിന്റെ അലോട്ട്മെന്റിലും ധൈര്യമായിട്ട് പങ്കെടുക്കാം. ഓക്കെ അല്ലേ? അപ്പൊ മിസ് പറയുന്നത്, നിങ്ങൾ ഉറപ്പായും ഓൾ ഇന്ത്യ അലോട്ട്മെന്റിൽ പങ്കെടുക്കുക മക്കളെ. വളരെ വലിയൊരു ചാൻസ് ആണ്. ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളിലേക്കും ജിപ്മർ ക്യാമ്പസുകളിലേക്കും എയിംസ് കോളേജുകളിലേക്കും ഒക്കെയുള്ള ഏറ്റവും വലിയ വളരെ വലിയൊരു അവസരം തന്നെയാണ് ഓൾ ഇന്ത്യ അലോട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തന്നെ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.